കളിവെള്ളമാണ് സുഹൃത്തുക്കളെ ആ കിടക്കുന്നത്. സഹ്യസാനുശ്രുതി ചേർത്തു വെച്ച മണി വീണയാണ് എന്റെ കേരളം. ഭയങ്കര വെയില് കാരണം സൺസ്ക്രീൻ തേച്ചിടുന്നു. കാർത്തിക് സൂര്യ ആഹാ പ്രസവിച്ചേ. നന്ദേ എടാ എങ്ങോട്ടാടാ നീ നമ്മളെ കൊണ്ടുപോണേ? ഹലോ അരുണേ, എടാ നീ നന്ദുമായിട്ട് എങ്ങനെയാടാ പരിചയം? ഇതിനായിട്ട് പരിചയം എന്ന് പറഞ്ഞാൽ വലിയ കഥയാണ്. ഇവൻ എന്റെ കൂടെ പഠിച്ചതല്ല, ഇവന്റെ കൂടെ കളിച്ചു വളർന്നതല്ല, കണ്ടു പരിചയം മാത്രമേ ഉള്ളൂ. അതായത് എന്റെ കൂടെ പഠിച്ച കൂട്ടുകാരനുണ്ട് രാഹുൽ ഷൈൻ എന്ന് പറയുന്നത്, അവന്റെ കൂടെ മാർത്താണ്ഡത്ത് പഠിച്ചാണ് ഇവൻ. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഇരിക്കെ ഇവനാണെങ്കിൽ ക്രിസ്മസ് ആഘോഷിക്കാണ്ട് ഇവിടുന്ന് അവിടുന്ന് കുറച്ച് ടീംസ് ഇങ്ങി പോകുന്നു. ആ വരവാണ് പിന്നീട് അങ്ങനത്തെ ബന്ധമാണല്ലേ? കുടിബന്ധോ? കള്ളു കിട്ടോടെ ഇന്ന് പൊളി അരി കഴിച്ചപ്പോ എടാ മുതുക്ക് കണ്ടേ പ്രായം എത്ര ആടാ? ഞാൻ വല്ല പള്ളം വിളിച്ച് പറഞ്ഞാണ്ടല്ലോ. അപ്പൊ മച്ചാന്റെ വീട്ടിലോട്ടാണ് നമ്മള് പോണത്. എടാ ഇതിന്റെയൊക്കെ സൈഡിൽ ജീവിക്കുമ്പോ എന്ത് രസമാടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കായൽക്കരയിലും ഈ പുഴക്കരയിലും ഒക്കെ ഇരിക്കണത്. ഞാൻ മറ്റേ എറണാകുളത്ത് സ്റ്റേ ചെയ്യാൻ പോണത് ഈ ചീനിവല എന്ന് പറഞ്ഞ അതും ഇതേ കണക്കാണ്. തൊട്ട് സൈഡിൽ വെള്ളവും ഇപ്പുറത്ത് വീടുമാണ്. എനിക്ക് അങ്ങനെ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു സ്ഥലം വാങ്ങിച്ചിട്ടാ നീ? കടലെടുക്കാന്ന്? കടൽ തീരത്ത് നല്ല പോസിറ്റീവ്നെസ്. അതെ എടാ സുനാമി വന്ന ആരടാ നീന്താൻ പോണത്? നീ കടത്തീരത്ത് മറ്റേ സെറ്റപ്പ് റെഡിയാക്കുമ്പം ഇവനെ അങ്ങോട്ട് വിളിക്കരുത്. സുനാമി എന്ന് പറഞ്ഞ് പേടിപ്പിച്ചവനാണ്. നീ ആ കള്ളിന്റെ കാര്യം പറഞ്ഞതിന് ശേഷം ഇവിടെ ഒരുത്തന്റെ മുഖത്തൊരു തെളിച്ച, ഒരുത്തനല്ല രണ്ടുപേരുടെ മുഖത്തുള്ള തെളിച്ചം നീ കണ്ടായിരുന്ന? എന്താണ് വെള്ളം കയറും അല്ലേ ഇവിടെ? ജൂൺ മാസത്തിൽ വരുവാണെങ്കിൽ മൊത്തം ഇവിടെ വെള്ളവും കാരണം. ഇത് ജൂലൈ അതായത് മാർച്ചിന് മുമ്പുള്ള മാസമല്ല, ജനുവരി ഡിസംബർ മാസമൊക്കെയാണ് മൊത്തം കൃഷിയും കാര്യങ്ങളും മൊത്തം പച്ചപ്പ. ഇപ്പൊ കഴിഞ്ഞ് എല്ലാം വെള്ളം വെള്ളം കയറിയാലും ഒരു നിലയിൽ നോക്കിയേ ഗൈസ്, വീട് പില്ലറിന്റെ മണ്ടേ നിർത്തിയേക്കാണ്. അപ്പം വെള്ളം പൊങ്ങിയാലും ഒരു നില പൊങ്ങിയാലും ആ വലിയ ബുദ്ധിമുട്ടില്ല. ഫ്ലഡിന് ശേഷമാണ് ഈ സെറ്റപ്പ് വന്നു തുടങ്ങി അല്ലേ? എന്താടാ 3 മാസമുള്ള വെള്ളം ഇവിടെ ആണല്ലേ? നമുക്ക് വെള്ളം കയറുമ്പോ നമ്മൾ പറയേ എടാ വെള്ളമാണ് പ്രശ്നമാണെന്ന് പറയും. ഇവന്മാർക്ക് വെള്ളം കയറിയില്ല ഇവന് ഭയങ്കര വിഷമവും. അയ്യോ ഈ വർഷം വെള്ളം കയറിയില്ല. വെള്ളം കയറി ഇറങ്ങുമ്പോഴുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അഴുക്കുകൾ മൊത്തം അവന്മാര് കൊണ്ടുപോകുള്ളൂ. ആര്? ഈ വെള്ളം കയറിയിട്ട് വെള്ളം മൊത്തം കൊണ്ടേ കടയിൽ കൊണ്ടുപോകുള്ളൂ. ഓ വെള്ളം കൊണ്ടുപോകുള്ളൂ. അവന്മാരെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച ആരൊക്കെ വരുമെന്ന്. വൺ പീസ് എന്ന് പറഞ്ഞ അനിമയില് അക്വാ ലഗൂണ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഒന്നുമില്ല, അത് ഇത് കാണുന്നവർക്ക് മനസ്സിലാവും. അതും ഇതുപോലെ വർഷത്തിലൊരിക്കൽ വന്നിട്ട് പോണ ഒരു പ്രതിഭാസമാണ്. എനിക്ക് അതിന്റെ ഓർമ്മ വന്നു. ഇത് വർഷത്തിലെല്ലാ മാസം 3 മാസം ഇത് കാണും. ഇവര് കുഞ്ഞിലെ ഇത് യൂസ്ഡ് അല്ലടാ, അവർക്ക് ഇതൊരു ബുദ്ധിമുട്ടേ അല്ല. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോഴാണ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. യൂസ്ഡ് ആണ്. പ്രത്യേകിച്ച് കുട്ടനാട് ഏരിയയില്, ആലപ്പുഴ കുട്ടനാട് ഏരിയയിൽ എല്ലാവർക്കും ഈ വെള്ളം കയറുക എന്ന് പറയുന്ന ഒരു യൂസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്, സംഭവമാണ്. നിങ്ങളുടെ വെള്ളം കയറുക വെള്ളപ്പൊക്കം ഞങ്ങളുടെ ആഘോഷമാണ്. അതെന്താ ഒരു ഉണ്ട ഇരിക്കണം അവിടെ? കൈതച്ചക്കയുടെ കായോ? പൈനാപ്പിൾ അല്ല, ഇതും കൊണ്ടാണ് പണ്ട് തഴ കൊണ്ട് പായൊക്കെ ഉണ്ടാക്കത്തില്ലേ, പായ കൊട്ട സഞ്ചിയൊക്കെ ഉണ്ടാക്കുന്ന ഈ സാധനം കൊണ്ടാണ്. ഇതിന്റെ ഇല ഉണ്ട്. ഇല വെട്ടിയെടുത്ത് ചെയ്യും അടക്കി ഉണക്കി എടുത്തിട്ട് അത് സെറ്റ് ചെയ്തിട്ടാണ് പണ്ട് പായ ഉണ്ടാക്കുന്നത്. അടിപൊളി. ഏറ്റവും മണമുള്ള പൂവും ഇതിന്റെയാണ്. എന്താ പൂവിന്റെ പേര്? ആണോ? താഴം. ഇതാണ് അപ്പൊ മറ്റേ പാട്ടുള്ള താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ. എന്താ ബ്രോ? വീട് പണി നടന്നോണ്ടിരിക്കുകയാണ്. അടിപൊളി സെറ്റ് സ്ഥലം കേട്ടോ. പക്ഷെ സമാധാനവും ശാന്തിയും. ഇവിടെ മൊത്തം വെള്ളമായിരിക്കും, അവിടെ വെള്ളമായിരിക്കും, മാത്രമുള്ള കറിയായിട്ട്. ആണല്ലേ? കുറച്ച് കഴിയുമ്പോ ഇവിടെ നിൽക്കുന്നവരെല്ലാരും വെള്ളമായിരിക്കും. ആരാ? ചെണ്ടക്കോലോ? കുളിക്കാൻ വേണ്ടി പോവാണോ? വരാം.
ഹലോ വാ അവിടെ കണ്ണ വണക്കം അണ്ണ. നമസ്കാരം. വരുന്നു നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോവാം. വിശക്കണ്. കുളിച്ചിട്ട് കഴിക്കാന്ന്. എന്നാ കുളിച്ചിട്ട് കഴിക്കാം. വാടാ എന്തു വാ. തോർത്തു വല്ലോ ഉണ്ടാടെ. പിന്നെ കുളിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. നല്ല മണം കേട്ടോ ഇതിനകത്ത്. സിമെന്റിന്റെ മണം ഇങ്ങനെയാണോ ഇപ്പൊ? ഹലോ നമസ്കാരം. ഇത് അരുണിന്റെ അമ്മ. നമസ്കാരം എല്ലാവർക്കും. അയ്യോ ഇതെന്താ ഇവിടെ മറ്റേ സ്റ്റേസ് വരുന്ന ഇവിടെ ആണല്ലേ. അടിപൊളി. വെച്ച് വരുമ്പോ പൊളിയായിരിക്കും ഇവിടെ. എന്തു നീ എന്ത് പഠിക്കുവാണോ? എവിടെയാ? ചങ്ങനാശ്ശേരി. നിങ്ങൾ രണ്ടുപേരോ വീട്ടിൽ തന്നെ ആണോ? ഇത് പേരമ്മ, ഇത് അമ്മ. അമ്പലപ്പുഴയാണോ? അമ്പലപ്പുഴ. നമ്മളിപ്പോ കണ്ടേ ഉള്ളു. നമ്മളല്ലേ കുളിക്കാൻ പോണത്. അതെ കേറണം. എല്ലായിടത്തും കേറണം എനിക്ക്. പക്ഷെ ചേട്ടൻ തുഴയണ്ട. ആ വള്ളം ഇങ്ങടിച്ചു. ഓക്കെ എന്നാ പിന്നെ നമുക്ക് കുളിക്കാൻ പോയാലോടാ. എന്തു വാ കുളിച്ചിട്ട് വന്ന് കഴിക്കാം. അങ്ങ് ഫുഡ് റെഡിയാക്കി വെച്ചേരാ. നമ്മള് കുളിച്ചിട്ട് വരാം. ഓക്കെ വരൂ ഗൈസ്, നമുക്ക് കുളിക്കാൻ പോവാം. നേരത്തെ കണ്ട അതേ കായലാണ് സുഹൃത്തുക്കളെ ഇവരുടെ നാച്ചുറൽ സ്വിമ്മിംഗ് പൂൾ. നന്ദു അതേ കണക്ക് ചാടറാ. അവിടെ ആണ്ടാ അത്രേ ഉള്ളൂ. അപ്പൊ കുഴപ്പമില്ല. എന്തിനാ ചാച്ചന്ന് മൊത്തത്തിൽ വൈബാണ് ഗൈസ്. ഓക്കെ എന്നാ ഞാനിവിടെ ഒന്ന് ചാടട്ടെ. അണ്ണ പിടിയടാ. നീ ചാടണുണ്ടോ? നീ വരാന്ന. നീണ്ട അറിഞ്ഞൂടാത്തവർ ചാടാൻ നിക്കരുത്. ഒരു സെൽഫി എടുക്കാം. നമുക്ക് കുളിച്ച് കഴിഞ്ഞെടുത്താ പോരെ? അല്ല ഇപ്പൊ എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അതെന്താ കുളിച്ച് കഴിയുമ്പം കുളിക്കുന്നതിന് മുന്നേ സെൽഫി എടുത്തിട്ട് കുളിക്കാം. ഇനി കുളിച്ച് കഴിഞ്ഞ് കണ്ടില്ലെങ്കിലോ ഒന്ന് പേടിപ്പിക്കാൻ നോക്കുന്നോടാ. ഓ ഇവിടെ ആരോണ്ട് കേട്ടാ. അവിടെ ആരോണ്ട്. ഇവിടെ ആരുണ്ട്? കരയ്ക്ക് മാത്രം ആരില്ലാത്തുള്ളൂ. നീ ഇവിടെ ഉണ്ടായിരുന്നു. അവരും കൂടെ ചാടി. ഇവിടെ നിക്കാം. ആഹാ എന്താ സുഹൃത്തുക്കളെ ജീവിതം. നമുക്ക് അക്കരെ കരയ്ക്ക് പോയിട്ട് വന്നാലാ. ഞാൻ പതുക്കെ പോവാം. എന്റെ മോനെ വൈബേ. നന്ദു പെട്ടെന്ന് ചാടറാ. ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് എടുത്താൽ സെൻസർ ചെയ്യണം. ഇതിനെക്കാട്ടി വെള്ളത്തിൽ ഒരു ബക്കറ്റ് വെച്ചിരിക്കടാ. നിങ്ങളെല്ലാം അക്കരെ നിൽക്കുകയാണ്. ഞാൻ അമ്മച്ചി എന്റെ പൊന്നോ എന്തൊരു സുഖം അറിയാ. പോളി. നിനക്ക് നീന്താ അറിയാലോ. പോടാ കയറി പോടാ. തിരിച്ചു കയറി പോടാ. ഞങ്ങൾ കുറച്ച് കുളിച്ചിട്ടൊക്കെ വരാം. എന്താടാ നീന്തൽ പറഞ്ഞ? അവനെ പിടിച്ച് മുക്കാനായിട്ട്. ഓക്കെ കുളിച്ചിട്ട്. ഹലോ നിങ്ങൾ കുളിക്കണോ പിള്ളേരെ? കുളിക്കാൻ പോവാണോ ഇനി? ഓക്കെ. ആരാ എന്താണ് എടുത്തോളാം മക്കളെ. കുളിച്ചിറങ്ങിയപ്പോ ഉള്ളൊരു ഫീലുണ്ടല്ല. ഇപ്പൊ നല്ല വിശപ്പ് അടിച്ച്. കുളിച്ച് കഴിയുമ്പോ ഒരു പ്രത്യേക വിശപ്പല്ലേടാ. ആ വിശപ്പ് നിൽക്കുകയാണ് ഞാൻ. ഇനി പോയി മാക്കണത്തില്ല. ആൾക്കാർ വേറെ വരുന്നുണ്ടല്ലോ. എടാ നീ ഇടിച്ച് കൊല്ലോ സൈക്കിൾ കൊണ്ടവനാ. എടാ ബ്രേക്ക് ഇല്ല ഇതിന്. ഇപ്പൊ നീ ഇതിലിരുന്ന് പോവാനാ. ചിരിക്കടാ. ഇതിലല്ലേ ഇപ്പൊ വന്നത് നിന്റെ മൂട്ടി കൊണ്ട് ചിരിച്ചനെന്ന്. നീ സൈക്കിളിൽ കയറരുത് കേട്ടോ. ഡേഞ്ചറസ് ആണ്. എന്താ നിങ്ങളുടെയൊക്കെ പേര്? എന്താ മക്കളെ പേര്? ചോദിച്ചു നോക്ക്. എന്തോന്ന്
ആന്നാ ആക്ടിങ് ആണോടാ? എന്താ അവന്റെ പേരെന്താ? ജോഹാൻ. ജോഹാൻ ഒരു ഹായ് പറഞ്ഞേടാ. എത്രയാ പഠിക്കണേന്ന് ചോദിച്ചേ? അവന് നീന്താ ഇഷ്ടമാണോന്ന് ചോദിച്ചേ? ചോദിച്ചു നോക്ക്. ആണ് നീന്താ ഇഷ്ടമാണോന്ന് ചോദിച്ചേ? ആണാ? എടാ ഇങ്ങോട്ട് നോക്കിയടാ. ഒരു ഹായ് പറ. ഹായ് ജോഹ. ഫോട്ടോ എടുക്കാം പാ. ഓക്കെ, ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ വീട്ടിലോട്ട് പോട്ടെ. അയ്യോ, തിരിച്ച് വീട്ടിൽ എത്തിയേ. മമ്മിയെ വിശക്കണേ. എന്തെങ്കിലും ഉണ്ടോ? ഇതൊക്കെ എന്തൊക്കെയാ ഇത്? നോക്കട്ടെ, ഞാൻ കാണട്ടെ. ഇതെന്നാ ചേച്ചി ഇത്? ഓ, താറാവിറച്ചി. ഓ എന്റെ നന്ദുവേ, ഇന്ന് പൊളിക്കോടാ നമ്മള്. അത് വരാല് പൊരിച്ചത്. പിന്നെ ഇത് ഓ കുട്ടനാട് സ്പെഷ്യൽ കപ്പ. പിന്നെ ചോറ് സാമ്പാറ്. ഇന്ന് തോരനും ഉണ്ടോ? വായിൽ വെള്ളം ഊറി. അല്ല വേറെ എന്താ യഥാർത്ഥ കാര്യം കാണിക്കാനുണ്ട്. ആ കന്നാസിനകത്ത് മണ്ണെണ്ണയാണെന്ന് ഞാൻ പറയേണ്ടി വരും. അത് തിരിച്ചവിടെ കൊണ്ടുവെക്കൂ. ആ മനസ്സിലായി. നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാം സുഹൃത്തുക്കളെ. മാമന് സന്തോഷം കൊണ്ടിരിക്കാൻ പോയി ഒരു വലിയ കന്നാസും കൊണ്ടുവന്നു. ആ മണ്ണെണ്ണ അങ്ങോട്ട് വെക്കൂ ചേട്ടാ. എന്റെ പൊന്നേ, ഇങ്ങോട്ട് വയ്ക്കണം. അല്ല നാടൻ കപ്പ, എൻ്റെ കൂട്ടത്തിൽ നല്ല താറാവിറച്ചി. നാടൻ താറാവല്ലേ? ഇത് രണ്ടും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്യണം. ഇങ്ങനെ വേണം കുഴയ്ക്കാൻ. നമ്മൾ ഏതാഹാരം നല്ലതായിട്ട് കുഴച്ച് തിന്നുമ്പോഴാണ് എൻ്റെ രുചി. എടുത്തിട്ട് അതിൻ്റെ കൂടെ വരാല് വറുത്തതും കൂടെ. നാടൻ വരാല്. നീ എങ്ങനെയാടാ ഞാൻ കഴിക്കണമെന്ന് കണ്ടോണ്ടിരിക്കണത്? ഭയങ്കര ടേസ്റ്റ്. സവാളോടെ കറി കളയാം. താങ്ക് യു സോ മച്ച്. ഇത്രയും നാടൻ ഫുഡ് സെറ്റ് ചെയ്തതിന് ഒരുപാട് താങ്ക് യു വെച്ചാനെ. ഏറ്റവും വലിയ താങ്ക്സ് കൊടുക്കണം അവന്റെ അമ്മയ്ക്കാണ്. അതെ, മാമിക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്പെഷ്യൽ താങ്ക്സ് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു റൗണ്ടേ ആയിട്ടുള്ളൂ. ഇനി ചോറ് വരാനുണ്ട്, തോരൻ വരാനുണ്ട്. ഓഹോ, പൊളിക്കും നമ്മളിന്ന്. കഴിക്കട്ടെ. മാമി വയറും നിറഞ്ഞ് മനസ്സും നിറഞ്ഞ് കിടിലം ഫുഡ്. എന്റെ സ്വന്തം അമ്മ വെച്ചെന്ന പോലെ ഉണ്ടായിരുന്നു. ഇല്ലേടാ അതെന്തു? ഞാൻ ഇതിന്റെ ആളാണ്. അതുകൊണ്ടാണല്ലോ നീ എന്നെ കൊണ്ട് കൊണ്ടുവന്നത്. ഞാൻ കപ്പ ഇതുപോലെ താറാൻ വെച്ചേ വള്ളത്തെ പോണമായിരുന്നു. പേരുമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിളമ്പുക വിളമ്പി പാത്രത്തിലൊക്കെ എടുക്കുക. വള്ളത്തെ പോകുന്നില്ല. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റത്തില്ല. വീട്ടിൽ വന്നേ ഞാൻ പറഞ്ഞു എടുക്കാം. ഇല്ല, എന്നെ കൊണ്ട് എടുപ്പിച്ചില്ല. പാത്രത്തിൽ വെച്ചിപ്പിച്ചു. വള്ളത്തെ ചെന്ന് കഴിച്ചപ്പോ ഉണ്ടല്ലോ കഴിക്കാനില്ല. എടാ നീ ഇവിടെ സ്ഥിരമായിട്ട് അലമ്പാണല്ലേ. എന്തായാലും ഭയങ്കര രുചിയായിരുന്നു. നല്ല ഫുഡ് കേട്ടോ. താങ്ക് യു സോ മച്ച് ആമി. താങ്ക് യു സോ മച്ച് കേട്ടാ. വരാം, ഞാൻ ഇനി വരും. ഇനി വെള്ളം പൊങ്ങണ സമയത്ത് ഇവര് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് വന്നു കഴിഞ്ഞാ നമുക്ക് വള്ളത്തിൽ കൂടെ പോവാം. അതാണ് ആദ്യം ആലോചിച്ചിരുന്നത്. ഇതിപ്പോ ഓർക്കാപ്പുറത്തുള്ള. അതെ, നമ്മള് പറഞ്ഞ സമയത്ത് വെള്ളം എടുത്താലേ ഇവിടെ അടുത്തുണ്ടല്ലോ. ആണല്ലേ? ഓ, അവിടെ പുറത്തോട്ടിരിക്കാം. വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കയറുന്ന ഇഷ്ടമാണല്ലേ? ആണല്ലേ? നീ എത്രയും പെട്ടെന്ന് നീന്തുന്നത് പഠിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അത് കൂടുതൽ ആഴമുണ്ടെങ്കിൽ നീന്താ അറിഞ്ഞൂടാ, മുങ്ങിപ്പോവും. നീന്തൽ അറിഞ്ഞൂടെന്ന് പറഞ്ഞ മാമിയുടെ എക്സ്പ്രഷൻ പോയാണ്ടാ. കേരളത്തിൽ നീന്തൽ ഇത് പിന്നെ അറിഞ്ഞിരിക്കണം. അതെ അതെ. ഇവര് ഒരു ദിവസം രാവിലെ പോയിട്ട് വന്നു, സന്ധ്യ കഴിഞ്ഞു. നമ്മളെന്നാ എത്തി പുറത്തോട്ടിരിക്കട്ടാ, കാറ്റ് കൊള്ളട്ടെ. കുറച്ച് പുറത്തിരുന്ന് കാറ്റ് കൊള്ളട്ടെ കേസ്. ഞങ്ങൾ വരാല് പൊരിച്ചതും താറാവൊക്കെ എന്തായിരുന്നു അണ്ണാ. കിണ്ണം ഫുഡായിരുന്നല്ലേ. നാടൻ ഫുഡ്, തനി നാടൻ ഫുഡ്. പിടിച്ച് ഇന്ന് മറ്റേ കൂട് വെച്ച് പിടിച്ചേന്ന്. കൂട് വെച്ച് പിടിച്ച അസല് വരാല്. ആ, ഇത് നമ്മുടെ അക്വാമാന്റെ മറ്റേ എറിയണ സാധനം, ട്രൈഡന്റ്. ഓ, തൃശൂലം.
ഇത് മുപ്പല്ലിയാടാ, മുപ്പല്ലി. ആര് മുപ്പല്ലി എന്നാ ഇവിടെ പറയുന്നത്. മുപ്പല്ലി എന്നല്ലേ? ആ 3 പല്ലുള്ളത് മുപ്പല്ലി. ആ ഇത് വെച്ച് എന്തിനാ, ഏത് മീനാണ് പിടിക്കുന്നത്? എല്ലാത്തിനും പിടിക്കും. ആണോ? എല്ലാം പിടിക്കുക അല്ലേ? അല്ല അണ്ണ ഇത് പിടിച്ചിട്ട് എന്തിനു കുത്താൻ നിക്കണത്? എന്തെങ്കിലും കുത്താലോ. ആണോ? ഇരിക്ക, കുറച്ചു നേരം ഒന്ന് റിലാക്സ് ചെയ്യട്ടെ ഗൈസ്. വയറ് വീർത്ത് ഡപ്പയായിപ്പോയി. കണ്ട ഒരു സാധനം കാണിച്ചു തരാം. ഇവിടെ ഒരു വെള്ളം കിടക്കുന്നുണ്ട. ഇതിനി മഴ പെയ്ത് വെള്ളം നിറയുമ്പോൾ വരുത് ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകും. ഓൾമോസ്റ്റ് ഈ ആഴത്തിന് വെള്ളം വരും അല്ലേ വെച്ചാനെ? ഈ ആഴത്തിന് ഇവിടെ വെള്ളമായിരിക്കും. ഇത് താറാവും കൂടാണോ കോഴിക്കൂടാണോ? സന്ദീപ് അത് കയറിയിരുന്നോടെ? എനിക്ക് കയറാൻ പറ്റില്ല, ചെറിയ കാറ്റ്. അവ സമ്മതിച്ച്. ഞാൻ പറയുന്നത് രാവിലെ തൊട്ട് അവനെ ബലിയാടാണ്. അന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ സംഭവിച്ചു. ഞാൻ അടിയറവ് പറഞ്ഞിരിക്കണമെന്ന്. ഇനി കുറച്ചു നേരം ഈ പച്ചപ്പിന്റെ തണലിൽ ഹരിതാപം പച്ചപ്പും എൻജോയ് ചെയ്ത് ഞങ്ങൾ ഇരിക്കട്ടെ. കുറച്ചു നേരം ഇരുന്നു, ചില്ലടിച്ചു. ഒരുപാട് സന്തോഷം മാമ, നിങ്ങൾ പൊളിയാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്ക് വള്ളത്തിൽ കയറാം. ഞാൻ ആ അങ്ങനെ പോയിട്ട് വരട്ടെ ഏട്ടാ. മാമൻ പോയിട്ട് വരട്ടെ മാമ. ശരി. എന്റെ പ്രായം കുറച്ച് പറയുമ്പോ കൂട്ടി പറയാൻ നോക്കുന്നോടാ. ആ ഭയങ്കര സന്തോഷം കേട്ടാ. അപ്പം അടുത്തത് വെള്ളം കയറുമ്പോ നമ്മൾ വരാം. ഓക്കെ, പോയിട്ട് വരട്ടാടാ. വള്ളം കയറുമ്പോ അല്ലേ, വെള്ളം കയറും. വെള്ളം പൊങ്ങണ സമയത്ത് നോക്കി വരാം. ആമി പോയിട്ട് വരട്ടെ, ടാറ്റ. അപ്പൊ അടുത്തത് നമ്മള് ഓക്കെ ഏറ്റ്. അടുത്ത പ്രാവശ്യം നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യണ രീതിക്ക് അന്ന് എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്തു. നമ്മൾ എടുത്തില്ലേ 4 എണ്ണം? അല്ല ഒന്നും എടുത്തു. ഓഹോ ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്കിക്കോ നിങ്ങളെ. നമ്മളെന്നാ ഒരു ഫോട്ടോ കൊണ്ട് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. ടാറ്റാ, ബൈ ബൈ. ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാ കളങ്കമില്ലാത്ത സ്നേഹം അല്ലേടാ അന്തു? എനിക്കറിയാം, ഞാൻ ഇവിടെ ഒരുപാട് വാളുകൊണ്ട് ഈ കല്യാണത്തിനും സ്ഥിരം ഞാൻ വന്നു. എനിക്ക് എല്ലാരും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര കാര്യമുണ്ടോ? ഞാൻ പറയാം, എനിക്ക് ആ 10 വർഷം മുമ്പ് അമ്മ നമുക്ക് ഉണ്ടാക്കി തന്ന താറാവ് കറിയുടെ രുചി ഇപ്പോഴും എന്റെ നാവിലുണ്ട്. സത്യം. ഫുഡും അവരുടെ സ്നേഹവും എല്ലാം അതൊന്നും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു സാധനവും. അതെ, തീർച്ചയായിട്ടും. ഇന്നത്തെ കാലത്ത് കളങ്കമില്ലാത്ത സ്നേഹമാണ് ഇല്ലാത്തത്. ആക്ച്വലി അവരൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതെ 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 അതെ, എക്സ്പെക്ട് ചെയ്യുന്നില്ല. സത്യം. ഉള്ളതുപോലെ നമ്മളെ സന്തോഷിപ്പിക്കാന്നുള്ളതാണ് അവരുടെ രീതി. ഹോസ്പിറ്റാലിറ്റി ആണ് നമ്മളിപ്പോ കണ്ടത്. ഞാൻ സുഹൃത്തന്നെ പറഞ്ഞു, ഈ ടൂറിസ്റ്റ് ഒക്കെ വന്നിട്ട് അവിടെ അതിലൊന്നും ഒരു കാര്യമില്ല. ഇതാണ് കേരളം. ഇതാണ് മലയാളികളുടെ ഉള്ളിലുള്ള സ്നേഹമാണ് നമ്മളിപ്പോ കണ്ടത്. ഇപ്പൊ അവര് തന്നെ കുളിക്കാൻ പറഞ്ഞ വെള്ളത്തിൽ കിടക്കണ ചോദ്യം പറഞ്ഞിരുന്നില്ല. ഇല്ല. പിന്നെ എടാ എനിക്ക് ധൈര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ എനിക്കറിയാം നീന്താൻ പോലും പറഞ്ഞൂടാ. ധൈര്യം എന്ന് വെച്ചാൽ ഇവന്മാരുണ്ടെങ്കിൽ അതെ, അവര് ധൈര്യമായിട്ട് നമുക്ക് ഇറങ്ങാം. എവിടെ വീണാലും അവന്മാര് പൊക്കിക്കോളും. എന്നാലും നീ നീന്തൽ പഠിക്കരുത് കേട്ടാ. അല്ല, ഉറപ്പായിട്ട് പഠിക്കണം. ഓക്കെ എന്നാ ഓക്കെ. ഞാനാണെങ്കിൽ ഇതിന് മുമ്പ് വരുമ്പോഴേ കപ്പും കൊണ്ടുപോയിട്ട് ആറ്റിന്റെ സൈഡിൽ നിന്ന് കോരി കുളിക്കണേ. നീന്താൻ പേടി, ഇവന്മാര് നീന്തും, നമ്മള് നീന്തൂല. വെൽ വർത്ത് കുട്ടനാടൻ ട്രിപ്പ്. നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് ഇവിടെ വരണം. ഇവ കോലങ്ങളായിട്ട് പറയണതാണ് കേസ്. ഞാൻ നമ്മുടെ പല്ലണയില് കൊച്ചച്ഛന്റെ വീട്ടിലൊക്കെ പോകുമ്പോഴും പറയണടാ, ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം കൂടെ ഉണ്ട്, നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് പോകണം. പക്ഷെ ഇന്ന് വന്ന് മനസ്സും വയറും നിറഞ്ഞു. വഴി കാണിച്ചു തരാം. സഹ്യസാനുശ്രുതി ചേർത്തു വെച്ച മണി വീണയാണെന്റെ കേരളം, നീലസാഗരം അതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. തിരിച്ച് നാട്ടിലേക്ക് പോകാം. നമ്മൾ കറങ്ങി തിരിഞ്ഞ് തട്ടത്തുമ്മല തിരുവനന്തപുരം ഓൾമോസ്റ്റ് എത്താറായി. ഓ തളർന്നാണോ എന്തോ ഇരുന്നിരുന്ന് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് നേരം വെളുത്തതേ ഉള്ള അല്ലേ? ഒരുപാട് സംഭവങ്ങൾ സംഭവിച്ചേട്ടാ. നമ്മള് താണ്ട നമ്മുടെ സ്ഥിരം പലഹാര കടയിൽ വന്ന് നിൽക്കായിരുന്നു. രജി സുഖാണോ? കൊറേ നാളായല്ലോ കണ്ടിട്ട്. അവരാടാ നമ്മളൊരു പക്കാവടയും മിച്ചറും പിന്നെ അണ്ണന് കുറച്ച് അവിലോസ് പൊടി എടുത്തു. അണ്ണൻ നമ്മളവിടെ സ്റ്റേ അല്ലേ അണ്ണാ? കൊച്ചു പിള്ളേരെ കണക്ക് വെള്ളമൊക്കെ ഒലിപ്പിച്ച് വെച്ചോണ്ടിരിക്കണ അകത്തും പുറത്തും ഒക്കെ വെള്ളം. നീ എത്രടാ കാണിക്കണ?
അണ്ണനൊരു ഭീഷണിയായി വരുന്നുണ്ടോ നീ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. ഞാനിപ്പോ ഡൈറ്റ് ആവും, ഫുള്ള് ഡൈറ്റ് ആവും. എടാ എന്റെ കല്യാണത്തിന്റെ ഒരു ചലഞ്ചെങ്കിലും എടുത്ത് കുറയടാ. ഞാൻ വേറെ പറഞ്ഞോ, ഞാൻ ഫുള്ള് ഡൈറ്റ് ആണ്. ആണോ? ഡൈറ്റ് പ്ലാൻ എടുത്ത് ഒരു ഹണ്ടാവ് നിറച്ച് താറാവ് ഞാൻ പിന്നെ നിന്ന് കേട്ടോ. ഇവിടെ അവന്മാരൊക്കെ ഇവിടെ ആ ചരിവം തീർത്തത് അവരാ. അതെ അതെ. താറാവ് കറി. എടാ അമ്മാതിരി കിലോ ഫുഡല്ലായിരുന്നാടാ? അല്ലേ, ഞാൻ 10 വർഷത്തിന് മുമ്പ് ഞാൻ താറാവ് കറി കഴിച്ച അതേ രുചിയായിരുന്നു എനിക്ക് കിട്ടിയത്. അതെ. പതുക്കെ ഇനി വീടെത്തണം, അതാണ് നമ്മുടെ ഉദ്ദേശം. നീങ്ങുന്നില്ല പക്ഷേ. നന്ദുവിന്റെ വീടെത്തി ഗൈസ്. പോണം ബോയ്സ്. ടാറ്റ. രാവിലെ 6 മണിക്ക് ഇറങ്ങിയ ഞാനാണ്. ഭാര്യയുടെ കൂടെ പോലും 6 മണിക്ക് ഞാൻ പോയിട്ടില്ല. ആദ്യത്തെ സംഭവമാണ്. അവളുടെ അടുത്ത് നീ എന്നെ അധികം ബൂസ്റ്റ് ചെയ്ത് പറയണ്ട കേട്ടോ. കൊച്ചങ്ങ തേങ്ങ പപ്പായൊക്കെ പറന്നു വരും. ശരി പോയിട്ട് വേണം. വാക്കുകളെ പോയി അണ്ണനെ കണ്ടുപോലും കൂടെ. അണ്ണ അന്ധകാരത്തിലിരിക്കും. ഓ, നാം വീട്ടിലെത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇവിടെ ടിവിയിൽ പമ്പർച്ചിരി ഓടിക്കൊണ്ടിരിക്കുന്നു. മോ ഓ എത്തി അമ്മ എത്തി. ഓ അപ്പത്തിലൊഴിക്കേ. അച്ഛ എവിടെ? ആ കഴിക്കാം കഴിക്കാം. ഓ അങ്ങനെ വീട്ടിലെത്തിയിരിക്കണു സുഹൃത്തുക്കളെ. ഇത് അപ്പത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആണ് അല്ലേ അമ്മ? ഇത് കുട്ടനാട്ടിന്ന് അവര് നേരെ ചെത്തി ഇറക്കിയ സാധനമാണമ്മ. മണത്ത് നോക്കിയാണത്. കൊള്ളാല്ലേ? ആ അതെ മണമാണ്. അപ്പോ നമ്മുടെ ഒരു നീണ്ട ദിവസത്തെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഇവിടെ അവസാനിക്കുന്ന സുഹൃത്തുക്കളെ. നാളെ വീണ്ടും കാണുന്നവരേക്ക്. അതെന്റെ ബമ്പർച്ചിട്ടുള്ള ഔട്ട്രോ അല്ലേ? ബൈ ഗൈസ്. ഞാൻ എന്റെ നമ്മുടെ റുട്ടീന് പുതിയ ഔട്ട്രോ കണ്ടുപിടിച്ചിട്ടില്ല. നമുക്ക് നോക്കാം. വരട്ടെ. ബൈ ബൈ.